സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഭീഷണിയുമായി സമസ്ത. മുസ്ലിം സമുദായത്തെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം. അവഗണിച്ചാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. സ്കൂൾ സമയമാറ്റത്തിൽ ധിക്കാര സമീപനമാണ് വിദ്യാഭ്യാസ മന്ത്രിക്കെന്നും സമസ്ത നേതാവ് പറഞ്ഞു. സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ് സമസ്ത. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം നടത്തിയത്. മുസ്ലിം സമുദായത്തെ അവഗണിച്ച് മുന്നോട്ടു പോയാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്ക് വിളിക്കണം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടാകും, ചർച്ച ചെയ്യുകയാണെങ്കിൽ പറയണ്ടാവും. എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ വരുമ്പം പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്. അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും. അതിൻ്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും. ആരായിരുന്നു സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെങ്കിൽ പിന്നെന്തിന് ചർച്ചയെന്നും സമസ്ത നേതാവ് ചോദിക്കുന്നു. ധിക്കാര സമീപനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടേതെന്നാണ് സമസ്ത നേതാവിന്റെ പ്രതികരണം. വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടാൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് സമസ്ത. മദ്രസ പഠനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ സ്കൂൾ സമയമാറ്റത്തെ എതിർക്കുന്നത്. മതസംഘടനകളുടെ സമ്മർദ്ദത്തിലൂടെ 75% വരുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകുന്ന തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറുമോ എന്നതാണ് ശ്രദ്ധേയം. ജനം, കോഴിക്കോട്.